അങ്ങനെ ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുവാനായി ഒരുപിടി മധുര ഗാനങ്ങളുമായി നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഹോളി ബീറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹോളി ബീറ്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ ഗാനം ഒരു സോളോ പെർഫോമൻസുമായി നമ്മുടെ പ്രിയ കൂട്ടുകാരി ബിയോൾ ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. ബിയോളിനെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹായ് ബിയോൾ. ഹലോ. ബിയോൾ ഇപ്പം എന്താണ് ചെയ്യുന്നത്? ഞാൻ +2 പഠിക്കുന്നു. +2 പഠിക്കുകയാണ്. ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ടല്ലേ? അപ്പം അതിൻ്റെ ഇടയ്ക്ക് പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ടൈം കിട്ടിയായിരുന്നോ? കിട്ടുന്നുണ്ട്. അപ്പം ഇതിനു മുമ്പ് ഹോളി ബീറ്റ്സിൽ പാട്ട് പാടിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഒരുകുന്ന തിരിയിൽ. അപ്പോൾ പേടിയൊന്നുമില്ലല്ലോ? ഇല്ല, പേടിയൊന്നുമില്ല. കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നല്ലപോലെ പാട്ട് പാടുക. നമുക്ക് ഏവർക്കും ബിയോളുടെ ഈ മധുരമുള്ള ഗാനം ശ്രവിക്കാം. ഉരുകുന്ന തിരിയിൽ
സ്നേഹിതനെന്നോട് ഉയിരായി മാറി മുറിയുന്ന ഓസ്തിയിൽ തിരുമുറിപ്പാടിൽ എൻ മുറിവവനിന്നു മറച്ചിടുന്നു. ഞാൻ മുറിയുമ്പോൾ അവൻ മുറിയുന്നു, ഞാൻ ഇടറുമ്പോൾ അവൻ തീരുന്നു. ഞാൻ മുറിയുമ്പോൾ അവൻ മുറിയുന്നു, ഞാൻ ഇടറുമ്പോൾ അവൻ തീരുന്നു. അടുത്തതായി ഒരു ദിവ്യകാരുണ്യ ഗീതവുമായി ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് ആശ്വിൻ ചേച്ചിയും അനുഷ ചേച്ചിയുമാണ്. അവരെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹായ്. ഹലോ. ഹായ്. നിങ്ങളിന്ന് ഏത് പാട്ടാണ് ഇവിടെ പാടാൻ പോകുന്നത്? ഇന്നൊരു കമ്മ്യൂണിയൻ സോങ് ആണ്. എന്നകതാരിൽ വാണിടുവാനായി സോങ്ങിൻ്റെ തുടക്കം. അപ്പം രണ്ടുപേരും ഒന്നിച്ചായിരുന്നു പ്രാക്ടീസൊക്കെ? ഞങ്ങൾ ചേച്ചി അനിയത്തിയാണ്. ഞങ്ങൾ ഇത് വളരെ ചെറുപ്പം മുതലേ പള്ളിയിൽ കൊയറിൽ ഒരുമിച്ച് പാടി വളരെ മനോഹരമായിട്ടൊരു പാട്ടാണ്. അപ്പം കുഞ്ഞിലേ മുതൽ ഇത് ഒരുമിച്ച് പാടി ഒരുപാട് പരിചയമുണ്ട്. അപ്പോൾ ആ പാട്ടാണ് ഇന്നിവിടെ പാടുന്നത്. അപ്പോൾ വീട്ടിൽ വേറെ ആരെങ്കിലും പാട്ട് പാടുന്നവരുണ്ടോ? വീട്ടിൽ അച്ഛനും അമ്മയും പാടുന്നവരാണ്. അങ്ങനെയാണ് ഞങ്ങൾക്കും പാട്ടിലോട്ട് താല്പര്യം വന്നത്. അപ്പോൾ രണ്ടുപേരും വളരെ മനോഹരമായി പെർഫോം ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമുക്ക് എല്ലാവർക്കും ഇവരുടെ ഈ ദിവ്യകാരുണ്യ ഗീതം ആസ്വദിക്കാം. എന്നകതാരിൽ വാണിടുവാനായി വന്നണയുന്നിതു നാഥൻ. സ്നേഹിതനായി ചേർന്നിനി വാഴാൻ ഭോജനമായിതു നാഥൻ. സ്നേഹതലങ്ങൾ ചൊരിഞ്ഞെതിരേൽക്കാൻ, സ്നേഹതലങ്ങൾ ചൊരിഞ്ഞെതിരേൽക്കാൻ ദാഹിച്ചു ഞാൻ തിരുമുൻപിൽ നിൽക്കേ. ദാഹിച്ചു ഞാൻ തിരുമുൻപിൽ നിൽക്കേ. വന്നണയുന്നിതു നാഥൻ. എന്നകതാരിൽ വാണിടുവാനായി വന്നണയുന്നിതു നാഥൻ. സ്നേഹിതനായി ചേർന്നിനി വാഴാൻ ഭോജനമായിതു നാഥൻ.
മോചനമായിതു നാഥൻ. സ്നേഹതലങ്ങൾ ചൊരിഞ്ഞെതിരേൽക്കാൻ, സ്നേഹതലങ്ങൾ ചൊരിഞ്ഞെതിരേൽക്കാൻ ദാഹിച്ചു ഞാൻ തിരുമുൻപിൽ നിൽക്കേ. ദാഹിച്ചു ഞാൻ തിരുമുൻപിൽ നിൽക്കേ. വന്നണയുന്നിതു നാഥൻ. എന്നകതാരിൽ വാണിടുവാനായി വന്നണയുന്നിതു നാഥൻ. ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് എന്ന ആശയം വിളിച്ചോതുന്ന ഒരു മനോഹര ഗാനം ആലപിക്കുവാനായി, ഒരു സോളോ പെർഫോമൻസിനായി നമുക്ക് ഡയാനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് ഡയാന. ഹായ്. ഇന്നിവിടെ പാടാൻ പോകുന്നത് ഏത് പാട്ടാണ്? ഹൃദയം തകർന്നൊരു നാൾ. ഇതിനു മുമ്പ് ഈ പാട്ട് എവിടെയെങ്കിലും പാടിയിട്ടുണ്ടോ? പള്ളി ഒരുപാട് തവണ പാടിയിട്ടുണ്ട്. കൊയറിലൊക്കെ ആക്റ്റീവ് ആയ അതെ അതെ. അപ്പൊ കോൺഫിഡന്റ് ആണ്, പേടിയൊന്നും? കോൺഫിഡൻ്റ് ആണ്. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പാട്. താങ്ക് യു. അപ്പൊ ഡയാനയുടെ ഈ മനോഹരമായ ഗാനം നമുക്ക് ഏവർക്കും കാതോർക്കാം. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു. കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു. ദുഃഖം മറഞ്ഞു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു. കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു. ദുഃഖം മറഞ്ഞു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. കുരിശുകളോരോന്നായി തിരുകുമ്പോൾ അവശതയാൽ ചുറ്റും നോക്കി ഞാൻ. കടമൊന്നും വീട്ടാൻ കഴിയാതെ പടിവാതിൽ മുട്ടിത്തളരുമ്പോൾ കാലക്കീടാണെന്നോതിയെല്ലാരും വേഗം എന്നിൽ നിന്നകലുമ്പോൾ നാണക്കേടിൻ്റെ നേരത്താരും നിന്നാശ്വാസം നൽകാനേ
ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു കരുത്തേകും നിൻ കരമിൻ തോളിൽ പതിച്ചു ദുഃഖം മറഞ്ഞു എൻ മിഴികൾ നിറഞ്ഞൊഴുകി ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു കരുത്തേകും നിൻ കരമിൻ തോളിൽ പതിച്ചു ദുഃഖം മറഞ്ഞു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. ഇന്നത്തെ എപ്പിസോഡിലെ അവസാനത്തെ ഗാനം, നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ആ ഗ്രൂപ്പ് സോങ്. നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. സർവേഷിനെ വാഴ്ത്തിക്കൊണ്ടുള്ള ഒരു മനോഹര ഗാനവുമായിട്ടാണ് ഇത്തവണ അവർ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത്. നമുക്കെല്ലാവർക്കും ആ മനോഹരമായ ഗാനം ആസ്വദിക്കാം. സർവേശ്വരനെ മനസാ സദാ സമയം തന്നെ തേടുമ്പോൾ അരികിൽ വരും തന്നെ തന്നെ നൽകാനായി ഉള്ളം തേടുമ്പോൾ സദയം നിറയ്ക്കും സ്വർഗത്തിന്റെ സന്തോഷം. സർവേശ്വരനെ മനസാ സദാ സമയം അരികിൽ വരും തന്നെ തന്നെ നൽകാനായി ഉള്ളം തേടുമ്പോൾ സദയം നിറയ്ക്കും സ്വർഗത്തിന്റെ സന്തോഷം. കുഞ്ഞുങ്ങൾക്കായി മോക്ഷത്തിന്റെ വാതിൽ എന്നും തുറന്നിടും ഈശോ എന്നാഥൻ. കുഞ്ഞുങ്ങൾക്കായി മോക്ഷത്തിന്റെ വാതിൽ എന്നും തുറന്നിടും ഈശോ എന്നാഥൻ. തിരുമുൻപിലെല്ലാ വേദനയും അകലുന്നതറിയാം ആ നിമിഷം. തിരുമുൻപിലെല്ലാ വേദനയും അകലുന്നതറിയാം ആ നിമിഷം. കരഘോഷത്തോടെ പാടിടുക
ദൈവസ്നേഹത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള ഏതാനും ഗാനങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളിവിടെ ആസ്വദിച്ചത്. ഈ ഗാനങ്ങളെല്ലാം നിങ്ങൾക്ക് വീണ്ടും കാണുവാനും കേൾക്കുവാനും ആസ്വദിക്കാനുമായി ഷാലോം ടിവിയുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അടുത്തയാഴ്ച വീണ്ടും നമ്മളിവിടെ കണ്ടുമുട്ടുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥനാ മംഗളങ്ങൾ നേരുന്നു. ബൈ.